ഏഷ്യ കപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള മത്സരം അത് ക്രിക്കറ്റ് പ്രേമികൾ വളരെ ആകാംക്ഷയോടെ കാത്തിരുന്നതാണ്. പക്ഷേ പ്രതീക്ഷിച്ച പോലെ തന്നെ സംഭവിച്ചു. ഇന്ത്യ തന്നെ വിജയിക്കുകയും ചെയ്തു. കഴിഞ്ഞ കുറേ നാളുകളായി ഇന്ത്യക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു വെല്ലുവിളി ഉയർത്താൻ പാകിസ്ഥാന് കഴിഞ്ഞിട്ടില്ല. പാകിസ്ഥാൻ പഴയ പാകിസ്ഥാനല്ല, ഇപ്പോഴത്തെ പാകിസ്ഥാൻ വളരെ ദുർബലാവസ്ഥയിലാണ് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് കാര്യമായ ഒരു വെല്ലുവിളി പാകിസ്ഥാൻ ഉയർത്തിയില്ല. ദയനീയമായ പരാജയമായിരുന്നു ഇത്തവണയും ഉണ്ടായത്. ആദ്യം ബാറ്റ് ചെയ്ത പാകിസ്ഥാൻ 9 വിക്കറ്റ് നഷ്ടത്തിൽ തട്ടിമുട്ടി 127 റൺസ് എടുത്തു. ഇന്ത്യ 4 ഓവറും 1 പന്തും ബാക്കി നിൽക്കെ 131 റൺസ് 3 വിക്കറ്റ് നഷ്ടത്തിൽ നേടുകയും ചെയ്തു. അങ്ങനെ 7 വിക്കറ്റിൻ്റെ ഗംഭീര വിജയം ഇന്ത്യ നേടി. ഒരു സാധാരണ ഒരു ക്രിക്കറ്റ് മത്സരം എന്നതിനുപരി ഈ മാച്ച് റിസൾട്ടിന് വലിയ കാര്യമൊന്നുമില്ല. കാര്യം സാധാരണ നടക്കുന്ന ഒരു T20 മത്സരം ഇന്ത്യ ജയിച്ചു, 7 വിക്കറ്റിന് ജയിച്ചു. പക്ഷേ ഇതിൻ്റെ പശ്ചാത്തലമാണ് പ്രശ്നം. ഏത് സാഹചര്യത്തിലാണ് ഈ ക്രിക്കറ്റ് മത്സരം നടന്നത്? ആ ക്രിക്കറ്റ് മത്സരം നടന്നതിന് ശേഷവും വലിയ വിവാദമാണ് ഉണ്ടായത്. കാരണം ഈ പഹൽഗാം ഭീകരാക്രമണം, ഓപ്പറേഷൻ സിന്ദൂർ, ഇതിന് ശേഷം നടക്കുന്ന ആദ്യ ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് മത്സരമാണ്. ഈ മത്സരം നടക്കേണ്ടിയില്ല, അല്ലെങ്കിൽ ഈ മത്സരത്തിൽ നിന്ന് ഇന്ത്യ പിൻവാങ്ങണം എന്ന തരത്തിൽ സീനിയർ താരങ്ങളടക്കം രംഗത്ത് വന്നൊരു സാഹചര്യമുണ്ട്. വലിയ രീതിയിലുള്ളൊരു രാഷ്ട്രീയ പ്രതിസന്ധി ഭരണപക്ഷത്തിന് പോലും ഉണ്ടാക്കിയതാണ്. കാര്യം ഈ ഒരു ഭീകരാക്രമണം നടന്നിട്ട് കഷ്ടിച്ച 3-4 മാസമേ ആയിട്ടുള്ളൂ. അതിൻ്റെ ആ ഒരു വേദന മാറുന്നതിന് മുമ്പ് എങ്ങനെയാണ് പാകിസ്ഥാനുമായി ഒരു ക്രിക്കറ്റ് കളി അല്ലെങ്കിൽ ഒരു സൗഹൃദം, കായിക മത്സരം എന്ന് പറഞ്ഞാൽ 2 ടീമുകൾ തമ്മിൽ പരസ്പര ബഹുമാനവും സൗഹൃദവും പങ്കിടൽ കൂടിയാണല്ലോ. അപ്പം അത്തരത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും എങ്ങനെയാണ് ഒരു ക്രിക്കറ്റ് മത്സരത്തിൽ ഏറ്റുമുട്ടുക എന്നൊരു ചോദ്യം പ്രസക്തമായിരുന്നു. പക്ഷേ ആ മത്സരം കളിക്കാൻ തന്നെയാണ് ഇന്ത്യൻ അധികൃതരും അതേപോലെ BCCIയും തീരുമാനിച്ചത്. കാരണം അതിന് പറയാനുള്ള ന്യായം, ഒരു ടൂർണമെൻറ്റിൽ ഇന്ത്യ പിൻവാങ്ങുകയാണെങ്കിൽ അത് എതിരാളികൾക്ക് അതൊരവസരമായി തീരും, അവർ മുന്നേറാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഇന്ത്യ പിന്മാറിയത് കൊണ്ട് മാത്രം അവർ മുന്നേറി ചിലപ്പോൾ ചാമ്പ്യന്മാർ വരെ ആകാനുള്ള സാധ്യതയുണ്ട്. അത് തടയുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഇന്ത്യ മത്സരിക്കുന്നത്. അല്ലെങ്കിലും ഒരു ടൂർണമെൻറ്റിൽ പങ്കാളികളാകുമ്പോൾ അതിൽ എല്ലാ മത്സരങ്ങളിലും പങ്കെടുക്കുക എന്നുള്ളത് അത് ഉത്തരവാദിത്തമാണ് എന്ന ന്യായം പറഞ്ഞാണ് ഇന്ത്യ ഈ മത്സരത്തിന് ഇറങ്ങിയത്. പക്ഷേ ഇന്ത്യൻ ക്യാമ്പിലടക്കം വലിയ ഒരു ആശയക്കുഴപ്പമുണ്ടായിരുന്നു. ഈ മത്സരം വേണോ വേണ്ടയോ? കാര്യം സോഷ്യൽ മീഡിയയിൽ വലിയ പ്രചാരണം നടക്കുന്നു. അപ്പോൾ ഇന്ത്യൻ കളിക്കാർ തന്നെ വലിയ ആശയക്കുഴപ്പത്തിലായിരുന്നു. അവർ ടീം അധികൃതരുമായി സംസാരിച്ച് എങ്ങനെ വേണം പെരുമാറാൻ, കളിക്കളത്തിൽ എങ്ങനെ വേണം പെരുമാറാൻ എന്നതിനെ സംബന്ധിച്ച് ടീമിൻ്റെ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവും കോച്ച് ഗൗതം ഗംഭീറും ദീർഘനേരം സംസാരിച്ചു എന്നുള്ളതാണ് വാർത്ത. ഈ ഗൗതം ഗംഭീർ ഒരു ഗംഭീര പാർട്ടിയാണ്. കാര്യം 2007 കാൺപൂറിൽ നവംബർ 11 കാൺപൂറിൽ നടന്ന ഇന്ത്യ പാകിസ്ഥാൻ മത്സരം ഓർമ്മയുള്ളവർക്ക് അത് ഇപ്പോഴും ആ ദൃശ്യം മുമ്പിലുണ്ടാകും. ഒരു റണ്ണിനായി ഓടുന്നതിനിടയിൽ ഷാഹിദ് അഫ്രീദി ക്രീസിൽ വട്ടം കയറി നിന്നു. ബാറ്റ് വെച്ച് പള്ളയ്ക്ക് കുത്തിയിട്ടാണ് ഗൗതം ഗംഭീർ ആ ഫീൽഡിൽ, ആ പിച്ചിൽ വേണ്ടി വന്നാൽ ഗൗതം ഗംഭീർ ഷാഹിദ് അഫ്രീദിനെ തല്ലിയനെ. ആ അവസ്ഥയിലുള്ള ഒരാളാണ് ഇപ്പോൾ ടീമിൻ്റെ പരിശീലകനായി നിൽക്കുന്നത്. അദ്ദേഹം BJPയുടെ MP ആയത് പിന്നീടുള്ള ചരിത്രം. ഇപ്പോൾ അദ്ദേഹം സജീവ രാഷ്ട്രീയത്തിലില്ല. അദ്ദേഹം ഇപ്പോൾ ഇന്ത്യൻ ടീമിൻ്റെ പരിശീലക സ്ഥാനം വഹിക്കുകയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കോച്ച് ഏത് നിർദ്ദേശമായിരിക്കും ക്യാപ്റ്റന് കൊടുക്കുക എന്നുള്ളത് നമുക്ക് ഏറെക്കുറെ ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ കോച്ചിൻ്റെ നിർദ്ദേശം അല്ലെങ്കിൽ ടീം അധികൃതർ തയ്യാറാക്കിയ പദ്ധതി പ്രകാരം തന്നെ ഇന്ത്യൻ ടീം ഗ്രൗണ്ടിൽ ആ പദ്ധതി നടപ്പിലാക്കി എന്നുള്ളതാണ്. കാരണം ടീം ടോസിന് വന്നപ്പോൾ സാധാരണഗതിയിൽ 2 ക്യാപ്റ്റന്മാർ ടോസിന് വരുമ്പോൾ പരസ്പരം ഹസ്തദാനം ചെയ്യുകയും മറ്റു കാര്യങ്ങൾ സംസാരിച്ച് വിജയാശംസകൾ നേർന്ന് പിരിയുക എന്നുള്ളതാണ് ഒരു സാധാരണ കീഴ്വഴക്കം. അതൊരു നിയമമൊന്നുമല്ല. അപ്പോൾ അത്തരത്തിൽ ഇന്ത്യൻ ടീം പെരുമാറിയില്ല. നേരെ വന്നു, ടോസിൻ്റെ നടപടിക്രമം പൂർത്തിയാകുന്നു, ഗ്രൗണ്ടിലേക്ക് ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് നേരെ ഡ്രസ്സിംഗ് റൂമിലോട്ട് മടങ്ങുന്നു. ഈ പാകിസ്ഥാൻ ക്യാപ്റ്റൻ സൽമാൻ അഖ അദ്ദേഹത്തോട് ഒരു വാക്കുപോലും മിണ്ടിയോ ഇല്ല, മറ്റൊന്നും ചെയ്തില്ല. മത്സരം ഇന്ത്യ ഏകപക്ഷീയമായി തന്നെ പൂർത്തിയാക്കിയെന്ന് പറയാം. കാരണം പാകിസ്ഥാനെ ഒരു വിധത്തിലും ഇന്ത്യയുടെ നിയന്ത്രണം വിടാൻ അനുവദിച്ചില്ല. അങ്ങനെ 127 റൺസ് എന്ന പരിമിതമായ സ്കോറിൽ പാകിസ്ഥാനെ എറിഞ്ഞൊതുക്കി. ആ മത്സരം ഇന്ത്യ ഏകപക്ഷീയമായി തന്നെ അടിച്ചൊതുക്കി ജയിക്കുകയും ചെയ്തു. 15.5 ഓവറിൽ ജയിക്കുകയും ചെയ്തു. ഇതിനുശേഷം ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് തന്നെയാണ് അപ്പോഴും ക്രീസിലുള്ളത്. സഹകളിക്കാരൻ ശിവൻ ദുബെയുമായിട്ട് അദ്ദേഹം നേരെ ഗ്രൗണ്ട് വിട്ട് ഡ്രസ്സിംഗ് റൂമിലോട്ട് നടന്നുപോയി. സാധാരണഗതിയിൽ മത്സരം പൂർത്തിയാക്കുമ്പോൾ എതിർ ടീമിൻ്റെ കളിക്കാരുമായി ഹസ്തദാനം ചെയ്ത് പിരിഞ്ഞ് അമ്പയർമാരടക്കമുള്ള ആൾക്കാരുമായി ഹസ്തദാനം ചെയ്ത് പിരിയുകയാണ് പതിവ്. എന്നാൽ ഇന്ത്യൻ ടീം പൂർണ്ണമായി പരസ്പരം ഹസ്തദാനം ചെയ്തതല്ലാണ്ട് പാകിസ്ഥാൻ കളിക്കാർക്ക് ഹസ്തദാനം ചെയ്യാൻ തയ്യാറായില്ല.
പിന്നീട് പാകിസ്ഥാൻ ക്രിക്കറ്റ് അധികൃതർ, പാകിസ്ഥാൻ ടീം കുറച്ചു നേരം ഗ്രൗണ്ടിൽ വെയിറ്റ് ചെയ്തു. കാരണം ഇന്ത്യൻ ടീം കൂട്ടമായി ഡ്രസ്സിംഗ് റൂമിൽ നിന്ന് മടങ്ങി വരുമോ ഹസ്തദാനം ചെയ്യാൻ വേണ്ടി കുറച്ചു നേരം കാത്തു നിന്നു. പക്ഷേ അവർ കണ്ടത് ഇന്ത്യൻ ക്യാപ്റ്റൻ ആ ഡ്രസ്സിംഗ് റൂമിൻ്റെ വാതിൽ വലിച്ചടയ്ക്കുന്നതാണ്. ഒരു വാക്കുപോലും മിണ്ടിയുമില്ല. പിന്നെ ഈ പോസ്റ്റ് മാച്ച് സെറമണി എന്ന് പറയും, മത്സരശേഷം നടക്കുന്ന ചെറിയ ഒരു സമ്മേളനം, അതിൽ ഇന്ത്യൻ ക്യാപ്റ്റൻ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയൊക്കെയാണ്: ഇത് ഒരു യോജിച്ച സമയമാണെന്ന് കരുതുന്നു. ഈ സമയം ഞാൻ എടുക്കുകയാണ്. പഹൽഗാം ഭീകരാക്രമണത്തിൽ മരിച്ച ഇരകൾക്കൊപ്പമാണ് ഞങ്ങൾ. അവർക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നു. ഈ വിജയം സായുധ സേനയ്ക്ക് സമർപ്പിക്കുകയാണ്. അവർ വലിയ ധീരതയാണ് കാട്ടിയത്. അവർ ഞങ്ങളെ വീണ്ടും പ്രചോദിപ്പിക്കും എന്ന് കരുതുന്നു. അവർക്ക് ചിരിക്കാൻ ഇനിയും അവസരങ്ങൾ മൈതാനത്ത് ഞങ്ങൾ സൃഷ്ടിക്കും. ഇതാണ് ഇന്ത്യൻ ക്യാപ്റ്റൻ സാധാരണ ഈ മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരമൊക്കെ കൊടുക്കുമ്പോൾ ഒരു സംസാരം ഉണ്ടാകാറുള്ളൂ, ആ സമയത്ത് പറഞ്ഞത്. ഇതിന് ശേഷം ഈ മത്സരശേഷം പ്രസ് മീറ്റ് നടക്കാറുണ്ടല്ലോ, മാധ്യമപ്രവർത്തകരുമായിട്ടുള്ള സംസാരം. അതിനിടയിൽ സ്വാഭാവികമായിട്ടും എന്തുകൊണ്ട് ഇന്ത്യൻ ടീം പാകിസ്ഥാൻ ടീമിനോട് ഹസ്തദാനം ചെയ്തില്ല, അതാണല്ലോ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ്, ഒരു മര്യാദ, അതെന്തുകൊണ്ട് ചെയ്തില്ല എന്ന ഒരു ചോദ്യം വന്നു. അപ്പോൾ സൂര്യകുമാർ യാദവ് പറഞ്ഞ മറുപടിയാണ് ശ്രദ്ധേയമായത്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ജീവിതത്തിൽ ചിലത് സ്പോർട്സ്മാൻ സ്പിരിറ്റിനേക്കാൾ വലുതാണ് എന്നാണ് സൂര്യകുമാർ യാദവ് പറഞ്ഞത്. സർക്കാരും BCCIയും ഈ മത്സരം കളിക്കാൻ തന്നെയാണ് തീരുമാനമെടുത്തത്. അപ്പോൾ ഞങ്ങൾ ഈ അവസരം അവർക്ക് ഒരു മറുപടി കൊടുക്കാനായിട്ട് ഞങ്ങൾ തിരഞ്ഞെടുത്തു എന്ന് സൂര്യകുമാർ യാദവ് പറയുന്നു. അതായത് ഒരു സാധാരണ ഒരു മത്സരം കണക്കെയാണ് ഞങ്ങൾ ഇതിന് തയ്യാറെടുത്തത്, അത് ഞങ്ങൾ നടപ്പിലാക്കുകയും ചെയ്തു എന്ന് സൂര്യകുമാർ യാദവ് പറയുകയും ചെയ്തു. ഇനി ഇതിൻ്റെ അണിയറയിൽ നടന്ന ചില സംഗതികളൊക്കെ ഉണ്ട്. അതായത് ഈ മാച്ചിൻ്റെ റഫറി, അദ്ദേഹത്തിൻ്റെ പേര് ആൻഡി പെക്രോഫ്റ്റ് എന്നാണ്. അദ്ദേഹം ഈ ടോസ് നടക്കുന്ന സമയത്ത് രണ്ട് ക്യാപ്റ്റന്മാരും തമ്മിൽ ഹസ്തദാനം ചെയ്യേണ്ടതില്ല എന്നൊരു തീരുമാനം എടുത്തു. അതനുസരിച്ചാണ് ഇത്തരത്തിൽ ഹസ്തദാനം രണ്ട് ക്യാപ്റ്റന്മാരും ചെയ്യാതിരുന്നത്. അതേപോലെ തന്നെ മത്സരശേഷം ഇത്തരത്തിൽ ഇന്ത്യൻ ടീം പാകിസ്ഥാനുമായിട്ട് ഹസ്തദാനം ചെയ്യില്ല എന്നുള്ള തീരുമാനം മാച്ച് റഫറിയെ നേരത്തെ അറിയിച്ചിരുന്നു എന്നുള്ള വാർത്തകളും ചില വൃത്തങ്ങളെ സൂചിപ്പിച്ച് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇത് ഔദ്യോഗിക സ്ഥിരീകരണമല്ല. പക്ഷേ ഈ കാര്യം പാകിസ്ഥാന്റെ മാനേജർ നവേദ് അക്രം എടുത്ത് ഉന്നയിക്കുന്നുണ്ട്. അദ്ദേഹം ഇന്ത്യൻ ടീമിനെയും മാച്ച് റഫറി ആൻഡി പെക്രോഫ്റ്റിനെയും പരിഹസിക്കുകയാണ്, അല്ലെങ്കിൽ ആക്ഷേപിക്കുകയാണ്. അദ്ദേഹം അവകാശപ്പെടുന്നത് തൻ്റെ നടപടിയിൽ മാച്ച് റഫറി ആൻഡി പെക്രോഫ്റ്റ് ക്ഷമ പറഞ്ഞു എന്നാണ് പാകിസ്ഥാന്റെ ടീം മാനേജർ പറയുന്നത്. അതേപോലെ തന്നെ ടീമിൻ്റെ ക്യാപ്റ്റൻ സൽമാൻ അഖ, അദ്ദേഹം ഈ സാധാരണഗതിയിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സൂര്യകുമാർ യാദവ് മത്സരശേഷം പ്രസ് മീറ്റിൽ പങ്കെടുക്കുമെന്ന്. ഈ സൽമാൻ അഖ ഈ ഇന്ത്യൻ ടീമിൻ്റെ നടപടിയിൽ പ്രതിഷേധിച്ച് ഈ മത്സരശേഷമുള്ള പ്രസ് മീറ്റിൽ പങ്കെടുത്തില്ല, ബഹിഷ്കരിച്ചു. അപ്പോൾ അക്കാര്യം ടീമിൻ്റെ കോച്ച് മൈക്ക് ഹസൻ അത് സ്ഥിരീകരിക്കുകയും ചെയ്തു. സൽമാൻ അഖ എന്തുകൊണ്ട് ഈ മത്സരശേഷം സംസാരിച്ചില്ല എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ പ്രതിഷേധത്തിൻ്റെ ഭാഗമായാണെന്നാണ്. അപ്പോൾ വലിയ രീതിയിലുള്ളൊരു ആക്ഷേപം ഇപ്പോൾ വരുന്നു. അതായത് ICC ഇത്തരത്തിൽ പെരുമാറിയ ഇന്ത്യൻ ടീമിനെതിരെ നടപടി എടുക്കണമെന്നൊക്കെയാണ് ആവശ്യം വരുന്നത്. കാരണം ഇത് സ്പോർട്സ്മാൻ സ്പിരിറ്റിൻ്റെ അതിന് ലംഘനമാണ് എന്നുള്ളതാണ് പറയുന്നത്. സോഷ്യൽ മീഡിയയിൽ വലിയ കരച്ചിൽ പാകിസ്ഥാൻ അനുകൂലികൾ നടത്തുന്നതുകൊണ്ട് ഇന്ത്യൻ ടീം ചെയ്തത് ശരിയല്ല, അങ്ങനെയാണെങ്കിൽ പാകിസ്ഥാൻ ടീമും ഇന്ത്യൻ ടീമുമായിട്ട് എന്താണ് വ്യത്യാസം? കാര്യം അവർ ചെയ്തത് മോശമാണ്, അതേ മോശത്തരം തന്നെയല്ലേ നമ്മൾ ചെയ്തത്. പക്ഷേ ഇന്ത്യൻ ക്യാപ്റ്റൻ പറഞ്ഞ മറുപടി അവിടെ പ്രസക്തമാണ്. ചില കാര്യങ്ങളിൽ, ചില സംഭവങ്ങളിൽ നമ്മൾ സ്പോർട്സ്മാൻ സ്പിരിറ്റിനേക്കാൾ കൂടുതൽ രാജ്യസ്നേഹത്തിന് പ്രാധാന്യം കൊടുക്കേണ്ടി വരും. അതാണ് ഇന്ത്യൻ ക്യാപ്റ്റൻ ചെയ്തത്. കളിക്കളത്തിൽ ഇന്ത്യ ഇത്തരത്തിൽ ചെയ്തത് ഇത് ആദ്യമൊന്നുമല്ല. മുൻപ് നമ്മുടെ മഹേന്ദ്ര സിംഗ് ധോണി ഉണ്ടല്ലോ, അദ്ദേഹം ഈ ടെറിട്ടോറിയൽ ആർമിയുടെ ലഫ്റ്റനന്റ് കേണലാണ്. അപ്പോൾ അദ്ദേഹം 2019 അന്ന് ഈ പുൽവാമ ഭീകരാക്രമണം നടന്ന സമയമായിരുന്നു. അപ്പോൾ അതിനുശേഷം ഓസ്ട്രേലിയക്കെതിരെ ഒരു മത്സരം ഇന്ത്യക്കുണ്ടായിരുന്നു. 2019 മാർച്ചിലാണ് ആ മത്സരം നടന്നത്. ആ മത്സരത്തിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം കളിക്കളത്തിൽ ഇറങ്ങിയത് ഈ സൈന്യം ധരിക്കുന്ന മാതൃകയിലുള്ള തൊപ്പി ധരിച്ചുകൊണ്ടാണ്. അപ്പോൾ അതിനെതിരെ അന്നും പാകിസ്ഥാൻ അനുകൂലികൾ വലിയ പ്രതിഷേധം വന്നത് ഇന്ത്യൻ ടീം കാണിച്ചത് ശരിയല്ല, സ്പോർട്സ്മാൻ സ്പിരിറ്റിന് വിരുദ്ധമാണ് എന്നൊക്കെ അന്നും പറഞ്ഞിരുന്നു. പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീം ഔദ്യോഗികമായിട്ട് ICCയോട് ഇന്ത്യക്കെതിരെ BCCIക്കെതിരെ നടപടിയെടുക്കണമെന്നൊക്കെ പറഞ്ഞ് രംഗത്ത് വന്നിരുന്നു. പക്ഷേ അത് ഒന്നും ഉണ്ടായില്ല. ഇപ്പോൾ സമാനമായ ഒരു സംഗതി തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. ഇനി മറ്റൊന്നുകൂടിയുണ്ട്, എന്തുകൊണ്ട് ഇന്ത്യൻ ടീം ഇങ്ങനെ പെരുമാറി? അതിന് കൃത്യമായ കാരണമുണ്ട്. പാകിസ്ഥാനിലെ ഏതാണ്ട് 6 ക്രിക്കറ്റ് താരങ്ങൾ ഈ ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് ഇന്ത്യൻ ആർമിക്കെതിരെ അല്ലെങ്കിൽ ഇന്ത്യക്കെതിരെ കടുത്ത നിലപാടെടുത്ത് രംഗത്ത് വന്ന ആളുകളാണ്.
അതിലൊന്നാ ഷഹീൻ അഫ്രീദിയാണ്. അഫ്രീദി പറഞ്ഞത് ഈ പഹൽഗാമിൽ ആക്രമണം ഉണ്ടാക്കിയത് ഇന്ത്യ തന്നെയാണ്, അത് പാകിസ്ഥാൻ്റെ മേൽ കെട്ടിവെക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആരോപണം. പിന്നെ മുഹമ്മദ് റിസ്വാൻ, പാകിസ്ഥാൻ്റെ വിക്കറ്റ് കീപ്പറാണ്, ഇപ്പോൾ കളിക്കുന്നുണ്ട്. അദ്ദേഹവും ഇതേപോലെ ഇന്ത്യക്കെതിരെ കടുത്ത നിലപാടുകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചു. പിന്നെ ഇഫ്തിഖർ അഹമ്മദ്, അദ്ദേഹം ഒരു വയസ്സായ ഒരു കളിക്കാരനെ പോലെ തോന്നും, അയാളും ഇന്ത്യക്കെതിരെ കടുത്ത നിലപാടുകൾ പറഞ്ഞു. പിന്നെ ഷോയിബ് മാലിക്, നമ്മുടെ സാനിയ മിർസയുടെ മുൻ ഭർത്താവ്, ഷോയിബ് മാലിക്കും ഇന്ത്യക്കെതിരെ സോഷ്യൽ മീഡിയയിൽ പ്രചരണം നടത്തി. ഇനിയുള്ള 2 പേർ, ഒന്ന് ഫഹീം അഷ്റഫ്, അയാൾ ഇന്ത്യൻ സ്ത്രീ, ഒരു കാരിക്കേച്ചർ പോലൊരു ചിത്രം, ഒരു ഇന്ത്യൻ സ്ത്രീക്ക് പാകിസ്ഥാൻ സൈനികൻ സിന്ദൂരം അണിയിച്ചു കൊടുക്കുന്ന ഒരു പടമാണ് ഈ ഫഹീം അഷ്റഫ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത്. അതേപോലെ തന്നെ അബ്രാർ അഹമ്മദ്, അയാൾ ഒരു ചായ കുടിക്കുന്ന ചിത്രമാണ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത്. അതായത് 2019 നമ്മൾ അഭിനന്ദൻ വർദ്ധമാൻ സംഭവം ഉണ്ടായല്ലോ, പാകിസ്ഥാനിൽ പിടിയിലായ ഇന്ത്യൻ സൈനികൻ, അദ്ദേഹത്തിന് ചായ സൽക്കാരം പാകിസ്ഥാൻ ചെയ്ത ഒരു സംഭവമുണ്ട്. അപ്പം അത്തരത്തിലൊരു ചായ കുടിക്കുന്ന ചിത്രം വെച്ചുകൊണ്ടാണ് അദ്ദേഹം അന്ന് സോഷ്യൽ മീഡിയയിൽ വന്നത്. അപ്പോൾ ഈ ഫഹീം അഷ്റഫും അബ്രാർ അഹമ്മദ് ഇപ്പോൾ നിലവിൽ ഇന്ത്യക്കെതിരെ കളിക്കുന്ന ടീമിലുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇന്ത്യൻ ടീം അത്തരത്തിൽ പെരുമാറിയത്. അപ്പോൾ ഇവിടെ സൂര്യകുമാർ യാദവ് ക്യാപ്റ്റൻ പറഞ്ഞ ആ ഒരു മറുപടി ഒന്നുകൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാൻ, ചില സമയത്ത് നമ്മൾ സ്പോർട്സ്മാൻ സ്പിരിറ്റിനേക്കാൾ മറ്റ് ചില വികാരങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കേണ്ടി വരും. അത്തരത്തിലൊരു നടപടി തന്നെയാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ഇന്നലെ മൈതാനത്ത് കാണിച്ചത്.